തിരുവനന്തപുരം ആറ്റിങ്ങലിൽ സിപിഐഎം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണം. സിപിഐഎം ആറ്റിങ്ങൽ നഗരസഭ കൌൺസിലർ നജാമിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വിജിൻ വായന്തോട് ഇപ്പോൾ ചേരുന്നുണ്ട്. വിജിൻ, വിവരങ്ങൾ. കാവ്യ, കഴിഞ്ഞ ദിവസം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അക്രമമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ആറ്റിങ്ങൽ മേഖലകളിൽ ഉണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഉൾപ്പെടെ ഈ നവകേരള സദസ്സ് കടന്നുപോയ ശേഷം മാരകമായി മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് തലയ്ക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 8ഓളം സ്റ്റിച്ചുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ആക്രമണം തുടർന്നുകൊണ്ടാണ് ഇന്നലെയും വ്യാപകമായ നിലയിൽ വീടുകൾക്ക് നേരെ സിപിഎം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിട്ടത്. ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ നജാമിന്റെ വീട് പൂർണ്ണമായും അടിച്ചു തകർക്കുന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് സംഘമായി എത്തിയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു നിലയുണ്ടായത്. നജാമിന്റെ വീടിന്റെ ചില്ലും അതുപോലെ തന്നെ വാതിലും ഉൾപ്പെടെ പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ അക്രമം ഇപ്പോഴും തുടരുകയാണ്. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഈ നവകേരള സദസ്സ് എത്തിയത് മുതൽ തുടങ്ങിയ അക്രമമാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യ, വിജിൻ, ഇപ്പോഴും ആക്രമണം തുടരുകയാണ് എന്ന് പറയുമ്പോൾ ഈ പട്ടാപ്പകലും വലിയ തോതിൽ വീടുകളടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയെന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും ഈ നവകേരള സദസ്സ് കടന്നു വരുന്ന വഴികളിൽ കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനുശേഷം നവകേരള സദസ്സ് ആറ്റിങ്ങൽ മണ്ഡലം പിന്നിട്ട ശേഷമാണ് വ്യാപകമായ നിലയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയത്. അതിനുശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കുകയും അത്തരം പ്രതിഷേധങ്ങളുമായി രംഗത്തുവരികയും ചെയ്തിരുന്നു. ഇതിനുശേഷവും ആറ്റിങ്ങൽ മേഖലകളിൽ വ്യാപകമായ അക്രമം വീണ്ടും വീടുകൾക്ക് നേരെയാണ് യൂത്ത് കോൺഗ്രസ് തുടർന്നത്. ഇന്നലെ രാത്രിയാണ് ഈ വീടുകൾ നജാമിന്റെ ഉൾപ്പെടെ സിപിഎം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുകയും അക്രമം നടത്തുകയും ചെയ്തത്. ഇതിലാണ് നജാമിന്റെ വീടിന്റെ ജനൽച്ചില്ലുകളും ഒപ്പം തന്നെ ഈ വാതിലുകൾ ഉൾപ്പെടെയുള്ളവയും തകർന്നത്. വീട്ടിനകത്തെ ഉപകരണങ്ങൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥലത്തിപ്പോഴും ഈ വൻ പോലീസ് സന്നാഹം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ ചില പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഹർത്താലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവ്യ, ശരി, വിജിൻ വായന്തൂരാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലർ നജാമിന്റെ വീടിന് നേരെ ഉൾപ്പെടെ വലിയ തോതിൽ ആറ്റിങ്ങലിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു.